ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പം എല്ലാവരും എന്തോ ചെയ്യുക, ഇത് ചെയ്തു നോക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഫൺ ആക്ടിവിറ്റി ആ മുതൽ ഇറു വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാവരും എന്തോ ചെയ്യുക, ചെയ്ത് നല്ലതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിനുശേഷമേ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാവരും പഠിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കണക്ക് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ ആദ്യം മുതലുള്ള അക്ഷരങ്ങൾ കാണിക്കണം. എന്നാലേ നമ്മളെ കുഞ്ഞു മക്കൾ അത് കറക്റ്റായിട്ടും എഴുതി പഠിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? എ മുതൽ ആ വരെയുള്ള മലയാള സ്വരാക്ഷരങ്ങളിലെ ആ മുതൽ അം വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ഫൺ ആക്ടിവിറ്റി എ മുതൽ ആ വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ആവല്. സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അ. അവസാനത്തെ അക്ഷരവും ഏതാണ്? ആ. അവസാനത്തെ അക്ഷരമായ ആയിക്ക് എന്താണ്? 2 കുത്തുണ്ട് അല്ലേ? 2 കുഞ്ഞി കുത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ അക്ഷരമായ എ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ എങ്ങനായിരുന്നു എഴുതിയിരുന്നത്? നോക്കിക്കേ, ഒരു കുഞ്ഞ് റായിനെ കൊടുത്തു, പാ കണക്ക് വന്നിട്ട് വലിയൊരു റായിനെ കൊടുത്തു അല്ലേ? അങ്ങനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന അക്ഷരത്തിനെ എഴുതിയത്. അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതായിരുന്നു? എ അല്ലേ? പറയപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതപ്പം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, എ അല്ലേ? എ നീട്ടി പറയുക. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ എ എന്ന് പറയുന്നതിന് എന്തോ ചെയ്യും? നമ്മൾ എ എഴുതാൻ എളുപ്പമല്ലേ? എക്ക് വന്നിട്ട് ഒരു റാ കണക്കാക്കിയിട്ട് ഏനെ എഴുതിയിട്ട് ഒരു 3 കണക്ക് കൊടുക്കണം അല്ലേ? അപ്പം അത് ഏതക്ഷരമായി? എ എന്ന് പറയുന്ന അക്ഷരമായി. അത് കഴിഞ്ഞു അടുത്ത അക്ഷരം ഏതായിരുന്നു? നമ്മൾ ഐ ആയിരുന്നു അല്ലേ? അടുത്ത അക്ഷരമായത് ഏതായിരുന്നു? ഐ ആയിരുന്നു. ഐനെ നമ്മൾ എന്തോ ചെയ്തു? ഒരു കുഞ്ഞ് റായിനെ കൊടുത്തു, കറക്കി വലിയൊരു റാ കൊടുത്തു, എ കൊടുത്തു. അപ്പം ഏതക്ഷരമായി? ഐ ആയി അല്ലേ? പിന്നെ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ഓ. പിന്നെ ചെയ്തത് ഏതായിരുന്നു? ഓ എന്ന് പറയുന്ന അക്ഷരം എങ്ങനായിരുന്നു? ഒരു കുഞ്ഞ് റായിനെ കൊടുത്തു, കറക്കി വലിയൊരു റായിനെ കൊണ്ട് 3 കണക്ക് വന്നു അല്ലേ? അപ്പം ഏതക്ഷരമായി? ഓ. ഏതക്ഷരമായി? ഓ. പിന്നെ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ഓ അല്ലേ? ഏതക്ഷരമാണ്? ഓ. ഓയ്ക്ക് നീട്ടി പറയണം, ഓയിനെ നീട്ടി കൊടുക്കണം. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തോ ചെയ്യുക? ഓ എന്ന് പറയുന്ന അക്ഷരം ആദ്യം എഴുതുക. ഓ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ പഠിച്ചില്ലേ? ആ ഓ എന്ന് പറയുമ്പം ആദ്യം ഓ എന്ന് പറയുന്ന അക്ഷരത്തിനെ എഴുതും. എന്നിട്ട് ഒരു ദീർഘം കൊടുക്കും അല്ലേ? ദീർഘം കൊടുക്കുന്ന എന്തിനാ? നമ്മൾ നീട്ടിയല്ലേ പറയണേ? ഓയിനെ നീട്ടിയല്ലേ പറയുന്നേ? അപ്പൊ എന്തോ ചെയ്യുക? ഒരു ദീർഘത്തിനെയും കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത അക്ഷരം ഏതാണ്? ഔ. അടുത്ത അക്ഷരം ഏതാണ്? ഔ. ഔവിനെ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഓ ഔ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലേ പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കേ. ഔ ഔ. അപ്പൊ എന്തോ ചെയ്യുക? ഓയിനെ അങ്ങ് എഴുതണം. ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? ഓയിനെ അങ്ങ് എഴുതണം. ഓയിനെ എഴുതിയിട്ട്
2 കുഞ്ഞ് റായിനെ കൊടുത്ത് ഒരു വാലിങ്ങ് താഴോട്ട് വരും. ആ കുഞ്ഞ് റായിന് വാലിങ്ങ് താഴോട്ട് നീണ്ടു വരും. അപ്പം അത് ഏതക്ഷരമായി? ഔ. അപ്പം അത് ഏതക്ഷരമായി? ഔ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ള അക്ഷരം ഏതായിരുന്നു? അം. അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതായിരുന്നു? അം. അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളോട് ഞാൻ പറയാം, ഔ എന്ന് പറയുന്ന അക്ഷരം എഴുതുമ്പം തെറ്റിക്കല്. നിങ്ങൾക്ക് തെറ്റ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മിക്കവാറുമുള്ള നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എഴുതപ്പം അവർക്ക് തെറ്റിപ്പോവും, അവർ മിസ് ചെയ്യും. മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ആ ലെറ്ററിനെ അങ്ങ് ഇവർ മിസ് ചെയ്യും. ഓ മാത്രം എഴുതും. ഔ എന്ന് പറയുന്ന ലെറ്ററിനെ ഇവരങ്ങ് മിസ് ചെയ്യും. അത് വേണ്ടാന്നങ്ങ് വിചാരിക്കും. അപ്പം അങ്ങനെ എഴുതല് കേട്ടോ. എൻ്റെ കുഞ്ഞുമക്കൾ ആരും അങ്ങനെ തെറ്റ് എഴുതി പഠിക്കല്ലേ. എൻ്റെ കുഞ്ഞുമക്കളെല്ലാം കറക്റ്റായിട്ടും എഴുതണം. മിടുക്കനും മിടുക്കികളുമാണ്. ഓക്കെ. അപ്പം നമ്മൾ എന്തോ ചെയ്യുക? അം എന്ന് പറയുന്ന അക്ഷരത്തിനെ എഴുതുക. അം എന്ന് പറയുന്ന അക്ഷരത്തിനെ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം അം. ഏതാണ്? അം. ആ പ്രൊനൗൺസ് ചെയ്യപ്പോ ഇല്ലേ, ആയിനെ അങ്ങ് എഴുതണം. ആദ്യം ആയിനെ എഴുതി ഒരു കുഞ്ഞ് പൂജ്യത്തിനെ കൊടുക്കുന്നു. ആയിനെ എഴുതി ഒരു കുഞ്ഞ് പൂജ്യത്തിനെ കൊടുക്കുന്നു. അം അല്ലേ? ഏതാണ്? അം. അത് കഴിഞ്ഞിട്ട് ഉള്ള അവസാനത്തെ അക്ഷരം ഏതായിരുന്നു? ആ. അവസാനത്തെ അക്ഷരം ഏതായിരുന്നു? ആ. സ്വരാക്ഷരങ്ങളിൽ ആയിൽ തുടങ്ങി ആയിൽ തന്നെ അവസാനിക്കുന്നു അല്ലേ? നല്ല രസമുണ്ടല്ലേ അത് കേൾക്കാൻ തന്നെ. ആ. അപ്പം ലാസ്റ്റ് സ്വരാക്ഷരങ്ങളിലെ ആയില് എന്തോ ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ആയി തുടങ്ങി ആയിൽ അവസാനിക്കൂ എന്ന് പറഞ്ഞ് രണ്ടിടത്തും ആ മാത്രം എഴുതി വെക്കല്. എന്തോ ചെയ്യുക? സ്വരാക്ഷരങ്ങളിലെ അവസാനമായ അക്ഷരമായ ആയില് 2 കുഞ്ഞു കുത്തിനെ കൊടുക്കണം. എന്തോ ചെയ്യുക? 2 കുഞ്ഞു കുത്തിനെ കൊടുക്കണം. ഓക്കെ, തെറ്റിക്കല്ലേ. അപ്പൊ എന്തോ ചെയ്യുക? നമ്മൾ ഏതുവരെയാണ് പഠിച്ചത്? ശ്രദ്ധിച്ചേ. നമ്മൾ ഇന്നത്തെ ഫൺ ആക്ടിവിറ്റിയിൽ ചെയ്തത് എ ഐ ഒ ഔ അം അ അല്ലേ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാവരും എന്തോ ചെയ്യുക? ഫൺ ആക്ടിവിറ്റിയിലെ നമ്മൾ ഇന്ന് ചെയ്ത ഇത്രയും ലെറ്റേഴ്സ് ആദ്യം എന്തോ ചെയ്യണം? എല്ലാവരും എഴുതി നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, എല്ലാവരും നല്ലതുപോലെ വൃത്തിക്ക് എഴുതി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫൺ ആക്ടിവിറ്റി ചെയ്തു നോക്കാവൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay, bye. Thank you.